നേപ്പാളിയാണോ പിന്നെന്താ ജപ്പാൻകാരിയാണോ ചൈനക്കാരിയാണോ ചിലപ്പോൾ എൻ്റെ കണ്ണു കുറച്ച് ചെറുതും ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഐ ഡോണ്ട് നോ. മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാനാണ് നോക്കാറ്. പിന്നെ മാളിലൊക്കെ പോവുകയാണെങ്കിലും മാസ്ക് ഒക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. +2 പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് സീരിയലിൻ്റെ ഓഫർ വരുന്നത്. ഒറ്റക്ക സംഖ്യല്ലേ ഒന്ന് 40, അതായത് 44, ഇനി പറഞ്ഞാൽ ഞാൻ കരയും. എക്സാം എഴുതുന്ന പോലെ ഞാൻ സ്വപ്നം കാണും. അപ്പോൾ എനിക്ക് ഭയങ്കരമായ പേടി വരും. കുറച്ചൊക്കെ പ്ലാൻഡ് ആയിട്ട് തന്നെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പണ്ട് തൊട്ടേ, ചെറുപ്പത്തിൽ തൊട്ടേ അങ്ങനെയാണ്. ഹായ് ഹലോ നമസ്കാരം. മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് നമ്മളെ ഈ ഒരു സ്ക്രീനിൽ, നമ്മുടെ മിനി സ്ക്രീനിൽ എനിക്കെന്താ 2-3 വീക്സ് ആയിട്ട് നമ്മൾ നല്ല കുറേ കണ്ടന്റുകൾ, നല്ല കുറേ ആക്ടറിൻ്റെ ഒക്കെ നമ്മൾ ഇൻ്റർവ്യൂസ് ഇടുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ആക്ട്രസ്സാണ്, ഒരു നായികയാണ് എന്നോടൊപ്പം ഉള്ളത്. ഒരു ബാക്ക് ടു 2 years ഞങ്ങളൊന്ന് ഒരുമിച്ച് ഒരു കടൽ തീരത്ത് നിന്ന് ഞങ്ങൾ ചെറുതായിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. നമ്മളെ ഈ ഒരു സീരിയലിലെ നായിക സാന്ദ്ര. നമസ്കാരം സാന്ദ്ര. നമസ്കാരം. നമ്മൾ പാട്ടൊക്കെ പാടിയിരുന്നല്ലേ? ഞാൻ മാനസമേലെ പാടി, സാന്ദ്ര പാടി, സുഖമായിട്ടിരിക്കുന്നോ? വളരെ സന്തോഷം. ഇപ്പൊ കുറച്ച് മെച്യൂരിറ്റി ഫീൽ ചെയ്യുന്നു അന്ന് കണ്ടതിനെ കാട്ടിൽ. എന്താ ചെയ്യല്ലേ, വന്നുപോയി ആറ്റിറ്റ്യൂഡ്. സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇപ്പൊ എനിക്ക് തോന്നി സീരിയല് നായിക കഥാപാത്രമാവുന്ന, എനിക്ക് അതിനകത്ത് സെക്കൻഡ് ഹീറോയിനാന്ന് തോന്നുന്നു. ടൂൾസ് പ്രൊഷൻ ചെയ്തോണ്ടിരുന്ന സമയത്ത് കള്ളിയായിട്ടുള്ള ചേട്ടത്തെ അനിയത്തിയായിട്ടുള്ള, അതിനകത്ത് ത്രൂ ഔട്ട് നായികയായിട്ടുള്ള അല്ലേ? അത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെ തരത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് വരും എന്നുള്ളത്. നായിക ആയതിനു ശേഷമായിട്ടുള്ള ഒരു മെച്യൂരിറ്റിയാണ് ആ ഫേസിൽ കാണുന്നത്. അങ്ങനെയൊന്നുമില്ല, അത് ഇറ്റ് ഹാപ്പൻസ്. അതൊരു ഫ്ലോ, അത്രേ ഉള്ളൂ. അങ്ങനെ അറിയില്ല, എന്താണെന്ന് അറിയില്ല. പറയൂ, നമ്മുടെ സീരിയലിനെ കുറിച്ച് പറയാം, അതുപോലെ തന്നെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാം. അതൊക്കെ നമുക്കറിയണം. കാര്യം കുറേ നാളുകളായിട്ട് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് സാന്ദ്രയുടെ ഇൻ്റർവ്യൂ എടുക്കണം എന്നുള്ളത്. സീരിയൽ കണ്ടതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് 1-2 ചോദിക്കാം. അപ്പം ഈ സീരിയലിനെ കുറിച്ച് പറയാം. സീരിയൽ ഇപ്പോൾ കനൽപ്പൂവ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു സൂര്യ TV-യിൽ. എന്താ പറയുക, തമിഴിലും എതിർനീച്ചൽ, അതുപോലെ തെലുങ്ക്, കന്നഡ, ഒരുപാട് ഇതിൽ വൈഡായിട്ട് പോകുന്ന ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ മലയാളം വേർഷനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇതിൻ്റെ റീമേക്സ് പോകുമ്പോൾ ഇത്രയും നല്ലൊരു സീരിയലിൻ്റെ ഒരു പാട്ടാവുന്നത് ഐ ഫീൽ സോ ഗ്രേറ്റ്. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് കിട്ടിയ ടീമാണെങ്കിലും എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആണ്. സോ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുകയാണല്ലേ? അപ്പം നേറ്റീവ് പ്ലേസ് തിരൂരാണ്. അല്ല, അച്ഛൻ്റെ അമ്മയുടെ നാടൊക്കെ കാസർഗോഡാണ്. ഞങ്ങൾ മോർ ദാൻ ഒരു 12 years ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് തിരൂരായിരുന്നു താമസം. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് സെറ്റിലായി. നമ്മളിവിടെ വന്ന് അല്ലേ? അപ്പോൾ ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ അറിയില്ല. അങ്ങനെ ഈ സിനിമ കാണിക്കുന്നതിൽ അങ്ങനൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും നോർമലായിട്ട് തന്നെ സംസാരിക്കുന്നവരൊക്കെ തന്നെ. ചില സ്ഥലങ്ങളിൽ പോകുന്നവർ മാത്രമേ ഉള്ളൂ. കേട്ടിട്ടുണ്ടോ അങ്ങനെ? എനിക്ക് ഓരോ നാട്ടിലെ ലാംഗ്വേജ് കേട്ടാൽ പോലും എനിക്ക് അങ്ങനെ മനസ്സിലാവില്ല ഇത് ഏത് പിന്നെ തൃശ്ശൂരിന്റെ മനസ്സിലാവും. പ്രത്യേക ഒരു ഇതാണല്ലോ, അത് മാത്രമേ എനിക്ക് കണ്ടുപിടിക്കാൻ ഉണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവില്ല. കാസർഗോഡ് തന്നെ മനസ്സിലായി. എനിക്ക് അറിയില്ല, എനിക്ക് അറിയില്ല. പക്ഷെ എൻ്റെ അച്ഛനൊക്കെ സംസാരിക്കായിരുന്നു. പക്ഷെ എനിക്ക് അമ്മയ്ക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മളിപ്പോ സംസാരിക്കാൻ ശ്രമിച്ചാലും അത് വരൂല. അമ്മയുടെ നാട് താമരശ്ശേരിയാണ്, വയനാട് ആ സൈഡാണ്. കല്യാണം കഴിച്ച് അവര് കാസർഗോഡ്. അങ്ങനെ താമരശ്ശേരി ചുരം. ഇപ്പോൾ ഇൻസിഡന്റ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കാൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് സാന്ദ്രയുടെ ജീവിതത്തിലും വന്നു. പക്ഷെ ബോൾഡായിട്ട് ഒരു അല്ലേ, ഒരു വല്യേട്ടൻ, വല്യേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് അനുജന്മാർക്കല്ല, ചേച്ചിയായിട്ട് അല്ലേ? എത്ര വർഷമായി ഇപ്പോൾ? ഇപ്പൊ ആവാൻ പോകുന്നുള്ളൂ. ഇപ്പൊ അടുത്ത മാസം 1ാം ആണ്ടാണ്. അത്ര ആവുന്നതേ ഉള്ളൂ. ഇവിടെ വന്നിട്ടായിരുന്നു? അതെ. കൂടുതലായിട്ട് അതിനെ കുറിച്ച് ചോദിക്കുന്നില്ല. നമ്മുടെ വേറെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അധികം ഇമോഷണൽ ആക്കുന്നില്ല. നമ്മള് സീരിയൽ രംഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ പല ക്രൈറ്റീരിയാസ് നമ്മൾ നോക്കാറുണ്ട്. ആസ് എ ഗേൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ. അപ്പം എന്ത് ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് ഒരു സീരിയലിലേക്ക് സാന്ദ്ര വന്നത്? സീരിയലിൽ മെയിൻലി ക്രൈറ്റീരിയാസ് കുറേ ഉണ്ട്. ചാനൽസിന് അപ്രൂവൽ വേണം, അങ്ങനെയൊക്കെ വരും. അപ്പം ആദ്യം ഒരു സീരിയൽ ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റ് എന്നുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ വരുമ്പോഴും തമിഴിൽ 3 സീരിയൽ ചെയ്തു. അപ്പം കഴിഞ്ഞെന്ന് പറഞ്ഞല്ലേ, കഴിഞ്ഞ മാസം പ്രിയമാന തൊഴിൽ. അപ്പം അതൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം. ഈ സൗത്തിൽ കേരളത്തിലെ നമ്മുടെ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ വമ്പ ചാനലിൽ വരുമ്പോഴും സൺ TV-ൽ പോകുമ്പോഴൊക്കെ ഒരേ ഇതാണ്, വേവ് ലെങ്ത് ആണ് വരുന്നല്ലേ? നമ്മളുടെ ഡിഫറൻസ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്രൈറ്റീരിയാസ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ അപ്രോച്ചും അതിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഏത് ഫീൽഡിൽ പോയാലും, ഇനിയിപ്പോൾ മീഡിയ എന്ന് മാത്രമല്ല, അത് ഏത് ജോലിയുടെ മേഖലയിൽ പോയാലും നമ്മൾ എങ്ങനെ എന്നുള്ളത് കൂടെ അതിലൊരു വലിയൊരു ഫാക്ടറാണ്.
അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ തോന്നില്ല. എനിക്ക് ഇവിടെയുള്ള ആളുകളെ കൂടെ ഇടപെടുന്ന പോലെ തന്നെയാണ് തമിഴിൽ പോയാലും ഇടപെടുന്നത്. അപ്പോൾ അതുപോലത്തെ സ്നേഹവും ഒരു കെയറിങ്ങും ഇവിടെയും കിട്ടുന്നുണ്ട്, അവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് അങ്ങനെ തോന്നുന്നൊന്നുമില്ല. ഇല്ല. എനിക്കൊന്ന് എല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് തരുന്ന മേഖലയാണ് ഇൻഡസ്ട്രിയാണ് തമിഴ് മേഖല. മാഡം ഉക്കാറുങ്കോ എപ്പടി ഇരിക്കീങ്ക നീങ്ക അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അത് തോന്നിയിട്ടുണ്ടോ? അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു വെൽക്കമിങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതവിടെ വർക്ക് ചെയ്ത എല്ലാവർക്കും പേഴ്സണലി തോന്നുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങോട്ടേക്ക് ആരും വെൽക്കമിങ് അല്ല എന്നല്ല, അവിടെ കുറച്ചും കൂടെ നമ്മളെ ടേക്ക് കെയർ ചെയ്യും. അത് നമ്മൾ ആരാണെങ്കിലും നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ല. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു അസുഖമാണെങ്കിൽ പോലും പേഴ്സണലി നമ്മളോട് വളരെ അധികം ഇതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവർക്ക് കുറച്ചും കൂടെ ഒരു റെസ്പെക്റ്റ് തരുന്നുണ്ട് അവർ. എന്ന് വെച്ചാൽ ഇവിടെ തരുന്നില്ല എന്നല്ല, ഇവിടെയും ഉണ്ട്. പക്ഷെ അവരുടെ സ്നേഹം കുറച്ചും കൂടെ ഡിഫറെന്റ് ഒരു ഡിഫറെന്റ് വേയിൽ അവർ കാണിക്കുന്നേ ഉള്ളൂ. സിൻസിയർ ആയിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മലയാളികളെല്ലാം നല്ല ഞാൻ പറഞ്ഞത്, ചില ആൾക്കാർ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ തമിഴ് ഇൻഡസ്ട്രി ഞാൻ പൊക്കി പറയുന്നല്ല, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് എല്ലാ ആർട്ടിസ്റ്റുകളും റെസ്പെക്ട് കൂടുതൽ കിട്ടുന്നൊരു ഇൻഡസ്ട്രി ആണെന്നുള്ളത്. ഞാൻ ആദ്യം ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു. ഞാൻ ദൂരെ നോക്കിയപ്പോൾ ഞാൻ ആ കൺട്രോളറോട് തന്നെ ഞാൻ ചോദിച്ചു, കൺട്രോളറല്ല മനോജേട്ടനോട് ചോദിച്ചു, നിങ്ങളുടെ ആർട്ട് ഡയറക്ടർ, പുള്ളിക്കാരി മലയാളിയാണോ നേപ്പാളിയാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ എടാ പ്യുവർ മലയാളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആരും ചോദിച്ചിട്ടുണ്ടോ? നേപ്പാളി പോലെ പേര് ചോദിച്ചിട്ടുണ്ട്. നേപ്പാളിയാണോ, പിന്നെന്താ ജപ്പാൻകാരിയാണോ, ചൈനക്കാരിയാണോ? ചിലപ്പോൾ എൻ്റെ കണ്ണു കുറച്ച് ചെറുതും ഒക്കെ ആയതുകൊണ്ടായിരിക്കും, ഐ ഡോണ്ട് നോ. അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആയിരിക്കും. പിന്നെ തമിഴിൽ പോകുമ്പോഴും ചോദിച്ചിട്ടുണ്ട്, മലയാളിയാണോ തമിഴാണോ ഏതാ ലാംഗ്വേജ് എന്ന് ചോദിക്കും. കാര്യം എന്താണെന്നറിയാമോ, കേരളത്തിൽ കൂടുതലും ബംഗാളികളാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. ഇനി സീരിയലിലും ബംഗാളികളെ അല്ല, ചുമ്മാ ജോക്ക് പറഞ്ഞു കേട്ടോ. അല്ല, അങ്ങനെയാണല്ലോ ഇപ്പൊ. എവിടെ നോക്കിയാലും അവരുടെ ഒരു സാന്നിധ്യം ഇല്ലാതില്ല. അപ്പൊ അതുകൊണ്ട് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഈ സീരിയലിലൊക്കെ എങ്ങനെ പോകുന്നു കാര്യം? ഇപ്പം തമിഴിപ്പം തീർന്നു, ഇനി അടുത്ത വേറെ പ്രോജക്റ്റ് തമിഴിൽ വന്നോ? ഇപ്പോൾ ഒന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല. കാരണം ഇതിപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ഫാമിലി ടൈം എനിക്ക് വേണം. ഫാമിലിയുടെ കൂടെ എനിക്ക് നിൽക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങളും പേഴ്സണൽ കുറേ ഇതുണ്ട്. അപ്പോൾ ചാടിക്കയറി ഇപ്പോൾ 2 പ്രൊജക്റ്റ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കും. ഒരു 15 ഡേയ്സ് ഇവിടെയും 15 ഡേയ്സ് ചെന്നൈയിലും അങ്ങനെ ബിസി ആയിരിക്കും. അപ്പം അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒട്ടും കിട്ടാറില്ല. നമുക്ക് ട്രാവലിങ്ങിൻ്റെ ഒരു ഇത് മാത്രമേ കിട്ടുള്ളൂ. ഒരു ദിവസം അങ്ങോട്ടേക്ക്, തിരിച്ചൊരു ദിവസം ഇങ്ങോട്ടേക്ക്. ഇത് മാത്രമേ മന്ത്ലി ഈ 2 ദിവസമേ കിട്ടാറുള്ളൂ. റെയർലി എപ്പോഴെങ്കിലും 1-2 ദിവസം ഒരു ഓഫ് കിട്ടിയാലേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇപ്പോൾ ഐ ഫീൽ ലൈക്ക് വീടുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ടൈമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നോക്കുന്നു. തീർച്ചയായിട്ടും നമുക്കതും ആവശ്യമാണല്ലോ, നമ്മുടെ ഒരു ഭാഗം തന്നെയാണല്ലോ അത്. ഈ നമ്മൾ പല സിറ്റുവേഷനിൽ കടന്നു വന്ന ഒരാളാണ്. ഇപ്പം തന്നെ നമ്മൾ ഈ 1 വർഷം നമുക്കറിയാം, വീട്ടിലൊരു നാഥനാണ്. അപ്പോൾ നമുക്ക് ഗൾഫിൽ പോയി നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പോൾ എപ്പോഴും തിരിച്ചു വരില്ല എന്നുള്ളൊരു ബോധം, നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ അനുജന്മാരെങ്ങനെയുണ്ട്? സപ്പോർട്ടീവാണ്? അനുജന്മാർ എന്ത് ചെയ്യാണ്? അവര് നല്ല സപ്പോർട്ടീവാണ്, പഠിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. ഫ്രം ദ ബിഗിനിങ് അവര് എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടീവാണ്. അവരാണ് കൂടുതൽ എന്നെ കളിയാക്കുന്നതും, അവരാണ് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും. എന്നെ വിളിച്ച് കളിയാക്കും. എന്താ വിളിച്ച് കളിയാക്കാത്തത്? എല്ലാം വിളിച്ച് കളിയാക്കും. അവർക്കൊക്കെ എത്ര ഏജ് ആയിട്ടുണ്ട്? ആൾക്ക് കറക്റ്റ് എങ്ങനെ ഏജ് ചോദിക്കരുത്. ഞാനും എൻ്റെ മൂത്ത അനിയനും ഒരു 1.5 ഇയേഴ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതെ, പിന്നെ ഒരു ചെറിയ അനിയനും കൂടി ഉണ്ട്. അവനിപ്പോ 16. അപ്പം +1 പഠിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അല്ല, വയസ്സറിയാൻ ചോദിച്ചതല്ല കേട്ടോ, ഡിഫറൻസ് ചോദിച്ചാണ്. കാര്യം ആ ഒരു മെച്യൂരിറ്റി അത് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മെച്യൂരിറ്റി വന്നെന്ന് ആയിരിക്കാം, അങ്ങനെ പറയണം. മേ ബി ഈ നമ്മൾ ചില സിറ്റുവേഷൻസ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്നൊക്കെയുള്ള ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ, ഞാൻ ഇനി ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, നേരത്തെ പോലല്ല, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും നമ്മളൊരു സ്റ്റാൻഡ് കീപ്പ് ചെയ്തോണം പോകാൻ, അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു ഫ്രം ദി ബിഗിനിങ് ഞാൻ അങ്ങനെ വളരെയധികം കുറച്ചൊക്കെ പ്ലാൻഡ് ആയിട്ട് തന്നെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പണ്ട് തൊട്ടേ, ചെറുപ്പത്തിൽ തൊട്ടേ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എനിക്കത് ഒരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല ഞാൻ. അപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. മാക്സിമം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി
ശ്രമിക്കുന്നത്. പിന്നെ മനുഷ്യനാണല്ലോ, ഓരോ തെറ്റുകളും കാര്യങ്ങളും ഉണ്ടാകും. എന്നാലും അതിൽ നിന്ന് പഠിച്ച് അത് ഞാൻ കീപ്പ് ചെയ്യാൻ നോക്കും എപ്പോഴും. പിന്നെ അതുകൊണ്ട് ഒരു മാറ്റം പുതിയതായിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ നമ്മളായിട്ടിരിക്കുക എന്നുള്ളത് അത്രേ ഉള്ളൂ. അതിനകത്ത് കുറച്ച് നമ്മൾ കെയർഫുൾ ആവും, അത്രേ. ഇപ്പം നമ്മൾ ഈ തമിഴ് ഇൻഡസ്ട്രി പറഞ്ഞാലും മലയാളം ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോർത്തിലേക്ക് പോകാനാണെങ്കിൽ സീല് തന്നെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ തന്നെ കുറേ ചാനൽസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഹിന്ദി സീരിയലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സീരിയൽ കോൾ വന്നിട്ടുണ്ടോ? കാര്യം അങ്ങനെ ഒരു ഫേസ് കട്ട് ഉണ്ട് ഹിന്ദിയിൽ. എനിക്ക് തോന്നുന്നു ഒരു 3 years ബാക്ക് ഒരു സീരിയലിൻ്റെ ഒരു ഇതിനു വേണ്ടി സംസാരിച്ചിരുന്നു. ബട്ട് ആ വഴിയിലേക്കേ ഞാൻ പോയിട്ടില്ല. ഒന്നാമത് എനിക്ക് ഹിന്ദി അറിയില്ല. പിന്നെ എന്താ പറയാ, ആ സമയം നഹിമാലും ഒന്നും അറിയില്ല, 0 ആണ് ഹിന്ദിയിലുള്ള അറിവ്. അപ്പൊ പിന്നെ നമുക്ക് നല്ല പ്രൊജക്ട്സ് ഇവിടെ വരുന്നുണ്ട്, പിന്നെ എന്തിനാ അവിടെ ഹിന്ദി നഹി മാലും പോയിട്ട് അവിടെ പോയിട്ട് ഞാൻ പോയിട്ട് ഡയലോഗൊക്കെ തെറ്റിച്ച്, അതെ അവിടെ പോയി ഡയലോഗ് തെറ്റിച്ച് അവിടുത്തെ ഡയറക്ടറിന്റെ ചീത്തവിളി കേട്ടിട്ട് പിന്നെ ഞാൻ കരഞ്ഞൊരു വഴിക്കിരുന്നു, എന്തിനാ വെറുതെ. ഈ ബാൽവീർ കാണാറുണ്ടോ? ബാൽവീർ അതായത് ഇതിനകത്താണ് നമ്മുടെ കുട്ടികളുടെ ചാനലുണ്ടല്ലോ, അതിനകത്ത് ബാൽവീർ എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്. അതിനകത്തൊരു കഥാപാത്രമുണ്ട്, ഈ കുട്ടികളെ എപ്പോഴും പേടിപ്പിക്കുന്ന ഒരു കഥാപാത്രം വരുന്നൊരു ഫീലുണ്ട്. ആ ഒരു ഫേസ് കട്ട് എന്ന് വെച്ചാൽ ആ ഒരു ഫേസ് എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ മോളുടെ മുമ്പിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പറയും പപ്പാ എന്ന് വെച്ചാൽ അത് പോസിറ്റീവാണ്. ആ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം അങ്ങനെ ഈ കുട്ടികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള ഇതുമായിട്ട് അടുത്ത് വന്നിട്ടുണ്ടോ? ചേച്ചി അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ? അതിന് കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങാറില്ല, പോകാറില്ല. കുട്ടികൾ ഏത് കുട്ടികളോ, അതിന് നമുക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളും സമയത്തിൻ്റെതാണ്. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ചെറിയ അനിയൻ ഇപ്പോൾ ഇങ്ങനത്തെ സീരിയൽ കാണുന്ന അങ്ങനത്തെ ഒന്നും അല്ല അവന് ഹോബീസ്. അവന് ഗെയിം കളിക്കുക, അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ വേറെയാണ്. പിന്നെ കുട്ടികളുമായിട്ട് ഒരുപാട് ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു സമയമൊന്നും കിട്ടാറില്ല. ഞാൻ അങ്ങനെ അധികം പുറത്തൊന്നും അങ്ങനെ പോവാത്ത ഒരാളാണ്. എനിക്ക് എന്താ പറയാ, ഇപ്പൊ ഭയങ്കര ബിസി ആയതുകൊണ്ടായിരിക്കാം ഇപ്പൊ കിട്ടുന്ന ഒരു ഫ്രീ ടൈം ഞാൻ മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാനാണ് നോക്കാറ്. പിന്നെ മാളിലൊക്കെ പോവാണെങ്കിലും മാസ്ക് ഒക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. ഞാൻ ഫുൾ സെറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ നമുക്കങ്ങനെ ആൾക്കാർ വരുന്നത് ഒരു ഇഷ്ടം തന്നെയല്ല, നമ്മളെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ എന്തോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാര്യം നമുക്കൊരു ക്രൗഡ് പുള്ളിങ് നമുക്ക് താല്പര്യമില്ല. അതെ, ഞാൻ പുറത്ത് പോകുന്നത് ഫാമിലി ആയിട്ട് വളരെ റെയർ ആയിട്ടായിരിക്കും പുറത്ത് പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് എനിക്ക് കുറച്ച്, ഞാനെന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ എന്നല്ല പറയുന്നത്, എങ്കിൽ പോലും നമ്മുടെ സീരിയൽ കാണുന്ന ആളുകളൊക്കെ വരും, ഫോട്ടോസ് എടുക്കും, അവരുടെ സ്നേഹം പങ്കുവെക്കും, അതൊക്കെ ചെയ്യും. വലിയ കാര്യമാണ്, എനിക്കിഷ്ടമാണ്. മുന്നേ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പൊ റെയർ ആയിട്ട് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും വളരെ തിരക്കൊക്കെ പിടിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു ഫാമിലി ടൈം വളരെയധികം ഒരു പ്രൈവസിയിൽ പോകണം, സ്പെൻഡ് ചെയ്യണം ഒരു ആഗ്രഹം. അപ്പൊ അത്രേ ഉള്ളൂ. പ്രൈവസി വേണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും. അത് കാരണം നമ്മൾ തിരക്കിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും വീട്ടുകാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അവരുടെ കുറച്ചൊരു സന്തോഷം. പിന്നെ ഭാവിയിലുള്ള കാര്യങ്ങൾ, അതായത് എന്തായാലും കല്യാണം മസ്റ്റായിട്ടും കഴിക്കും, ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും കഴിക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ആക്ടിങ് അല്ലെങ്കിൽ പഠിച്ചത് എന്താണ്, ഇനി ജോലി, അങ്ങനെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഒരു ജോലി മസ്റ്റായിട്ടും വേണം. അയ്യോ, ഇനി പഠിക്കുന്ന കാര്യം ചിന്തിച്ച് എൻ്റെ സ്വപ്നങ്ങളുടെ പോലും ഇല്ല ഇനി പഠിക്കുന്ന കാര്യം. ഞാൻ BA ആയിരുന്നു പഠിച്ചത്, BA കംപ്ലീറ്റ് ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു 12 വയസ്സ് തൊട്ടേ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ ചെറുതിലെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ചെറുത് തൊട്ടേ എനിക്കിപ്പോൾ ചില സമയം എനിക്ക് തോന്നും ഡോക്ടർ ആവണം, ചില സമയം എനിക്ക് തോന്നും വേറെ എന്തെങ്കിലും ആവണം. എല്ലാത്തിനും ഉപരി എനിക്ക് ആക്ട്രസ് ആവണം എന്നുള്ളത് ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ്. എന്നാലും ഓരോ പിള്ളേരൊക്കെ പറയുമല്ലോ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാനും ഡോക്ടർ ഞാനും അയക്കാം അങ്ങനെയൊക്കെ പറയും. പക്ഷേ +2 പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് സീരിയലിൻ്റെ ഓഫർ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ സീരിയൽ ചെയ്തു, അങ്ങനെ അതിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടിപ്പോൾ പഠിക്കുന്ന സംഭവങ്ങളൊക്കെ സ്വപ്നത്തിൽ ഇങ്ങനെ വരും. ഞാൻ എക്സാം എഴുതുന്ന പോലെയൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ എനിക്ക് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര പേടി സ്വപ്നം എനിക്ക്. BA പഠിച്ചു, കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ കറന്റ്ലി എക്സാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, എല്ലാം പഠിത്തം എല്ലാം കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇത്. ഈ സമയത്ത് എൻ്റെ ഡ്രീമിൽ വരും ഞാൻ 10th പഠിക്കുന്ന പോലെ, എക്സാം എഴുതുന്ന പോലെ. അപ്പോൾ അത് ഭയങ്കര ഒരു പേടി സ്വപ്നമാണ്, മനസ്സിലായി. അതിലും ഭേദം നമുക്ക് വർക്കിന് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. മോസ്റ്റ്ലി ഞാൻ കാണും, എക്സാം എഴുതുന്ന പോലെ ഞാൻ സ്വപ്നം കാണും. അപ്പൊ എനിക്ക് ഭയങ്കരമായ പേടി വരും. ഒറിജിനാലിറ്റി പോലെ ഞാൻ കാണും സ്വപ്നത്തില്. പെട്ടെന്ന് ഉണരുമ്പോ ഒരു വലിയ ആശ്വാസമാണ്. ദൈവമേ, പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ, വർക്കിംഗ് ആണല്ലോ ഇപ്പൊ, അങ്ങനെ തോന്നല്. അതെ അതെ അതെ. അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് ആൻസർ പറയുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം, ഒരു കുസൃതി ക്വസ്റ്റ്യൻ ആണ്, ആൻസർ പറയാം എന്ന് വെച്ചാൽ
അധികം നോളജ് ഒന്നും വേണ്ട അതിന്. ശരി. പെട്ടെന്ന് പറയാം. എൻ്റെ കയ്യിൽ 50 കുതിരയുണ്ട്, 9 കുറ്റിയുണ്ട്. ഈ 50 കുതിര 9 കുറ്റിയിൽ കെട്ടണം. പക്ഷേ ഓരോ കുറ്റിയിലും ഒറ്റക്ക സംഖ്യ വരാൻ പാടുള്ളൂ. ഞാനൊരു ഹെൽപ്പ് ചെയ്യാം. ആദ്യത്തെ കുറ്റിയിൽ ഞാനൊരു 18 എണ്ണത്തിനെ കെട്ടിത്തരാം. അപ്പം 8 1 9 ഒറ്റ സംഖ്യ ആയില്ലേ. ബാക്കി 8 കുറ്റിയുണ്ട്, 32 കുതിരയുണ്ട്. അതിനെ ഒന്ന് കെട്ടിക്കാൻ നോക്കട്ടെ. എനിക്കറിയില്ല. തോറ്റെങ്കിൽ ഞാൻ ചോദിക്കുന്ന തോറ്റെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ചെയ്യണം. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം ഒന്നും പറയില്ല, പറയുന്ന കാര്യം ചെയ്യണം. ഓക്കെ ഓക്കെ ആണല്ലോ. അപ്പൊ ഉത്തരം പറയട്ടെ. രണ്ടാമത്തെ കുറ്റിയിൽ 25 എണ്ണത്തിനെ കെട്ടി. അപ്പൊ 18 25 43 ആയില്ലേ. അപ്പം 25 5 2 7 8 1 9 ഒറ്റക്ക സംഖ്യയല്ലേ. ബാക്കി 7 കുറ്റിയില്ലേ, അതിൽ ഓരോന്നിനെ കെട്ടി. 43 7 50 ആയില്ലേ. ചോദ്യം മനസ്സിലായില്ല, ആൻസറും മനസ്സിലായില്ല. മാത്സിൽ പണ്ടേ ഞാൻ പുറകോട്ടാ. അപ്പൊ അതുകൊണ്ട് 50 കുതിര വ്യക്തമായിട്ട് പറഞ്ഞുതരാം. 9 കുറ്റി. ഈ 9 കുറ്റിയിലും 50 കുതിരയെ കെട്ടണം. ഈ 50 കുതിരയെ കെട്ടുമ്പോൾ ഓരോ കുറ്റിയിലും ഒറ്റക്ക സംഖ്യ. നമ്മൾ കൂട്ടുമ്പോൾ ഒറ്റക്ക സംഖ്യ വരത്തില്ല വണ്ടി എടുക്കുമ്പോഴൊക്കെ. ആദ്യത്തെ കുറ്റിയിൽ 18 എണ്ണത്തിനെ കെട്ടി. അപ്പം കൂട്ടുമ്പോൾ എത്ര 8 1 9 ആയില്ലേ, ഒറ്റക്കല്ലേ. രണ്ടാമത്തെ കുറ്റിയിൽ 25 എണ്ണത്തിനെ കെട്ടി. അപ്പൊ 5 2 7 ആയില്ലേ. അപ്പൊ ഈ 18 25 എത്രയായി, 43 ആയില്ലേ. ബാക്കി എത്ര കുതിരയുണ്ട്, 7 കുതിര. ബാക്കി എത്ര കുറ്റിയുണ്ട്, 7 കുറ്റി. ഒറ്റക്ക സംഖ്യ അല്ലേ 1. 40, അതായത് 44 PSCക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഒന്ന് തന്നു നോക്കിയതാ. ക്വസ്റ്റ്യൻ അടിപൊളിയല്ലയോ? ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യനാണ്. പക്ഷെ എന്നെ പോലെ ഉള്ളവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കരയും. ഞാൻ വേറൊന്നും പറയില്ല, ഞാൻ കരയും. അറിയാതെ വേണ്ട കേട്ടോ, നമുക്ക് അറിയുന്ന സന്ദ്ര വേണ്ട, ചിരിച്ചോണ്ടിരിക്കുന്ന സന്ദ്ര വേണ്ട. അപ്പൊ പണിഷ്മെന്റ് എന്താ? പണിഷ്മെന്റ് രണ്ടൊരു പാട്ട് പാടണം. പാട്ടോ? അയ്യോ, ചെയ്യാന്ന് പറഞ്ഞേ. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെയ്തേ പറ്റുള്ളൂ. പാട്ട് പാടാറില്ല ഞാൻ. ഇഷ്ടം അങ്ങനെ പറഞ്ഞാൽ മതി. പാട്ട് പറഞ്ഞാൽ മതി. പാട്ട് എങ്ങനെ? അല്ലെങ്കിൽ മിമിക്രി കാണിക്കേണ്ടി വരും. പാട്ട് വേണം, മിമിക്രി വേണം. അയ്യോ, നമ്മൾ ആ സൈഡൊന്നും വലിയ. ശരി, മിമിക്രിയിൽ കാക്ക അറിയുന്നെന്ന് കാണിച്ചേ. കാക്ക എങ്ങനെ അറിയാ? ട്രൈ ചെയ്യ. കാക്ക അറിയില്ല. കാക്ക അറിയില്ലേ? അറിയാം, പശു അറിയുന്ന. അതൊക്കെ ഞാനിവിടെ കാണിച്ച നല്ല ബോറായിരിക്കും. ബൗ ബൗ. അതുപോലെ ഇതൊന്നും കുട്ടിയുടെ വീടിനടുത്ത് ഇല്ലാത്ത പൊതുവെ എന്റെ വീട്ടിൽ അങ്ങനെ പെറ്റ്സ് ഒന്നും വളർത്താറില്ല. പക്ഷെ പട്ടി മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല. അതിനെ അറിയാം എങ്ങനെ കുറയ്ക്കുന്നത്. പട്ടി പിന്നെ അവിടെ ഇവിടെ പോട്ടിടിയാർ ചുമ്മാ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും വിഷമിപ്പിക്കുന്നില്ല, വളരെ സന്തോഷം. ഈ കീപ് സ്മൈലിംഗ്, അത് അങ്ങനെ തന്നെ പോട്ടെ. ഓൾവേസ് സ്മൈൽ എന്ന് പറയുന്നത് തന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, എല്ലാവർക്കും സന്തോഷം കൊടുക്കുക, സ്വന്തമായിട്ട് സന്തോഷം നോക്കുക കേട്ടോ. അനിയന്മാരെ അടിപൊളിയാക്കുക, അമ്മയെ നല്ല കെയർ ചെയ്യുക. പ്രേക്ഷകരോട് എന്താ പറയുക? പ്രേക്ഷകരോട് എല്ലാവരും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സീരിയൽ കാണുക, കനൽപ്പൂവ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹം ഇനിയും തുടർന്നുണ്ടാവണം ഞങ്ങളുടെ സീരിയലിനും, ഞങ്ങളുടെ എല്ലാ ടെക്നീഷ്യനും എല്ലാവർക്കും. എല്ലാവരും പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. ഇനിയും തമിഴിൽ നിന്ന് കോൾ വരട്ടെ. സിനിമയിൽ കാണാൻ ആഗ്രഹമുണ്ട് തമിഴിലെ ഒരു നായികയായിട്ട്. അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2025 നടക്കാം. 2025 നടക്കും. അപ്പം വിളിക്കും ഇന്റർവ്യൂ എടുക്കാനായിട്ട്. അനീഷേട്ട അങ്ങനെ അന്ന് പറഞ്ഞിരുന്നുള്ളൂ. പേര് മറക്കണ്ട. ഇല്ല, മറക്കൂല. നമ്മുടെ ചാനൽ മറക്കണ്ട. മറക്കില്ല. താങ്ക് യു സോ മച്ച്.